ഹലോ, ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മിനി ഇഡ്ഡലിയാണ്. കുഞ്ഞിഡ്ഡലിയും അതുപോലെ സാമ്പാറും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് മറ്റേ ഒരു സുഡ ഇഡ്ഡലി അല്ലേ, അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്കും പെട്ടെന്ന് ഒന്ന് ചെയ്യണം തോന്നിയത്. അപ്പോൾ ഞാൻ പോയിട്ട് പാളയത്ത് പോയ സമയത്ത് എനിക്കൊരു ചെറിയൊരു ഇഡ്ഡലി കുട്ടുവത്തോട് തന്നെ കിട്ടി. 2 തട്ടുണ്ട്, കുഞ്ഞിഡ്ഡലിയാണ്. അപ്പം അത് ഞാൻ മേടിച്ചിട്ട് കൊണ്ടുവന്നപ്പോൾ അപ്പോൾ തന്നെ എനിക്കൊന്ന് ചെയ്യണം എന്ന് തോന്നി. അത് ഞാൻ ചെയ്തു. പക്ഷേ ടേസ്റ്റൊക്കെ നമുക്ക് സാധാരണ ഇഡ്ഡലി പോലെയാണ്, സാമ്പാറാണ് എന്നൊക്കെ പറയുമ്പോഴും കുട്ടികൾക്കൊക്കെ എന്താണെന്നറിയാം, ഈ സ്നാക്സ് പോലെ നമ്മുടെ ഒരു കിണ്ണത്തിലിട്ടിട്ട് ഒരു സ്പൂണുമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റോടെ കഴിക്കും അല്ലേ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ സാമ്പാറിൽ എല്ലാ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടിട്ട് അത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റോടെ അത് കഴിക്കും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ച് സമയം ഇതിൽ സാമ്പാറിൽ കുതിർത്ത് വെക്കണം. അപ്പോഴാണ് അതിൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്, നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ സാമ്പാറിൽ കുതിർന്ന് വരുന്ന സമയത്ത് നല്ല ഒരു കുറച്ചുകൂടെ സോഫ്റ്റും ആവും, അതുപോലെ നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഞാനൊരു 10 മിനിറ്റോളം സാമ്പാർ ഒഴിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, കഴിച്ച് നോക്കട്ടെ അത്. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ കുറച്ചൊരു വെറൈറ്റി. പിന്നെ ഇത് എൻ്റെ കയ്യിൽ നിന്നെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഇഡ്ഡലി കുട്ടവും 2 ചെറിയ തട്ടുമാണ്. അപ്പോൾ അതിനകത്തൊരു 20 ഇഡ്ഡലി ഉണ്ട്. അത് ഞാനിങ്ങനെ മാവിൻ്റെ അളവെടുത്ത് നോക്കിയപ്പോൾ ഒരു സാധാരണ ഇഡ്ഡലി വെച്ച് നോക്കിയാൽ ഒരു 2.5 ഇഡ്ഡലി അത്രേ വരുള്ളൂ. അപ്പം അത്രയും മതി എന്നുള്ളവർക്ക് ഈ കുഞ്ഞു ചെറിയ ഇഡ്ഡലി കുട്ട നമുക്ക് മേടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ ഉണ്ട്, കൂടുതൽ അംഗങ്ങളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ആമസോണിലൊക്കെ ഇതിൻ്റെ തട്ട് മേടിക്കാൻ കിട്ടും. ഒരു 3 തട്ടൊക്കെ ഉള്ള വലിയ കുട്ടുവത്തിലോ അല്ലെങ്കിൽ മറ്റേ കുക്കറിനകത്ത് ഇറക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പ് 3 തട്ടുള്ള ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിക്കുവാണെങ്കിലും നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനലിൽ കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.